യാത്രകൾ പലതരത്തിലുള്ള അനുഭവങ്ങളാണ് നമുക്ക് തരുന്നത്. ചിലപ്പോൾ സന്തോഷമാവാം, ചിലപ്പോൾ സങ്കടമാവാം, ചില തിരിച്ചറിവുകളായിരിക്കാം. കാശ്മീരിലെത്തിയിട്ടുള്ള ഫസ്റ്റ് ദിവസം ദൂത്പത്രിയിലേക്ക് കുതിരപ്പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. കെട്ടിയൻ മാത്രം കുതിരപ്പുറത്ത് കയറിയില്ല. അങ്ങനെ ഞങ്ങൾ രണ്ട് കൂട്ടരെയും പരസ്പരം കാണാതായി എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളെ മൊത്തത്തോടെ കാണാതായോ അതോ കെട്ടിയനെ മാത്രം കാണാതായതാണെന്ന് പറയാൻ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അങ്ങനെ കുതിര ഈ ഒരു സ്പോട്ടിൽ വന്നെങ്കിൽ നിന്നു. ഇതാണ് ദൂത്പത്രി എന്ന് അവരും പറഞ്ഞു. കെട്ടിയൻ വരുന്നതും കാത്ത് കുറേ നേരം നോക്കിയിരുന്നു. വീഡിയോ എടുക്കുന്ന ഫോണും കെട്ടിയൻ്റെ അടുത്ത്. ബാക്കി എല്ലാവരും കപ്പിൾസ് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നിപ്പോയി. അന്നത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ നിൽക്കാൻ ആളില്ല, വീഡിയോ എടുക്കാനും ആളില്ല, ഫോണും ഇല്ല. പിന്നെ ഏതായാലും ഇത്തിരി ക്ലാരിറ്റി കുറവാണെങ്കിലും സ്വന്തം ഫോണിൽ നിന്ന് എടുത്തേക്കാന്ന് കരുതി കുതിരപ്പുറത്തിരുന്ന് വീഡിയോ എടുക്കാൻ ചെറിയൊരു ഭയം ഉണ്ടെങ്കിലും ഉള്ള നല്ല മൊമെൻറ്റ്സ് എൻ്റെ ഫോണിലെങ്കിലും ഒന്ന് ക്യാപ്ചർ ചെയ്യുന്ന കരുതി ഉള്ള രീതിയിലൊക്കെ എടുത്തിട്ടു. പിന്നെ ഏറ്റവും വലിയതായിട്ട് തിരിച്ചടിയായി പോയത് കൂട്ടത്തിൽ ആർക്കും ഹിന്ദി അറിയില്ല എന്നുള്ളതാണ്. സുഖഹിന്ദി പരീക്ഷയ്ക്ക് ധാരാളം മാർക്ക് വാങ്ങിച്ച കൂട്ടി ഞാൻ അന്ന് മടക്കി വെച്ച ആ ഹിന്ദിയുടെ ലേശമൊക്കെ എടുത്തൊന്ന് അപ്ലൈ ചെയ്ത് അവരെ ഒന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കണ്ടേ. പഠിച്ച് മാർക്ക് വാങ്ങി പെട്ടിക്കകത്ത് കൂട്ടി സൂക്ഷിച്ചാൽ പോരാ, അത് പലയിടത്തും അപ്ലൈ ചെയ്തില്ലെങ്കിൽ പലയിടത്തും ഇതുപോലെ നാണം കെട്ട് നിൽക്കേണ്ടി വരും എന്നുള്ള വളരെ സങ്കടകരമായ ഒരു അവസ്ഥ മനസ്സിലാക്കിയൊരു മൊമെൻറ്റ് കൂടിയായിരുന്നു. എന്തായാലും എൻ്റെ തട്ടിക്കൂട്ട് ഹിന്ദിയിൽ നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തി. ഇപ്പോഴും കെട്ടിയാൻ തിരിച്ചെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ആരോട് ചോദിക്കും, ആരോട് പറയുന്നു ഒരു പിടിയില്ല. അങ്ങനെ ഈ സ്പോട്ടിൽ നിന്ന് എല്ലാവരും പോയി കഴിഞ്ഞ് ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കെട്ടിയാൻ തന്നെ വരുന്നു. ആ സമയത്ത് തന്നെ ഒരു ഫീലിംഗ് എന്താണെന്ന് സത്യം പറഞ്ഞാൽ പറയാനറിയില്ല. ഇന്നത്തെ നമ്മുടെ സ്റ്റേ ശ്രീനഗറിലുള്ള ദാൽ ലേക്കിലെ ഹൗസ് ബോട്ടിലാണ്. ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലുണ്ട്, കാണാൻ മറക്കാം.